നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും പിന്നെ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഒന്ന്, അവൻ ഒരിക്കൽ കേട്ട ദൈവശബ്ദം അവനെ ഇവിടെ ബലപ്പെടും. പുറത്തു കൊണ്ടുവരാൻ ജീവിതത്തെ സന്ദർശിക്കുന്നതാണ് ഈ വിലാപ്പ് തട്ടുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രിയപ്പെട്ടവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ സഭായോഗത്തിൽ എനിക്ക് ഇവിടെ വന്ന് സംബന്ധിക്കാനുള്ള അവസരവും അനുവാദവും ലഭിച്ചത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. करते हैं, परमेश्वर ने मौका हमको दिया कि यहाँ पे आके आपके परमेश्वर के वचन के साथ खड़े रहने के लिए परमेश्वर ने मौका दिया, इसलिए परमेश्वर को धन्यवाद देते हैं. ഞങ്ങൾ നാട്ടിൽ നിന്ന് എൻ്റെ മകനോടും കുടുംബത്തോടും ഒപ്പം ചില നാളുകൾ ചിലവഴിപ്പാനായിട്ടാണ് വന്നത്. मैं अपने बेटे और परिवार के साथ कुछ समय बिताने के लिए यहाँ आया था. ഏതാണ്ട് 1.5 മാസത്തിലധികമായിട്ട് ഇവിടെ വന്ന് 1-1.5 महीने से मैं यहाँ पे हूँ. ഇന്ന് ഈ സ്ഥലസഭയിൽ വന്ന ആരാധനയിൽ പങ്കുകൊള്ളുന്നൊരു അനുഗ്രഹമായി സന്തോഷമായി ഞങ്ങൾക്ക് തീരുവാൻ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. आज इस त्योहार की आराधना में यहाँ आके भाग लेने के लिए परमेश्वर ने जो मौका दिया, इसलिए परमेश्वर को मैं धन्यवाद देता हूँ. मैं बहुत खुश हूँ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വലിയൊരു ദാസൻ ഈ ദേശത്തെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും ഈ സ്ഥലസഭയെ നയിക്കുകയും ചെയ്യുന്ന മാത്യൂസ് കോശി പാസ്റ്റർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर दास के लिए मैं परमेश्वर को धन्यवाद देता हूँ, जो इस कलीसिया को चलाते हैं और इस शहर में परमेश्वर के नाम के लिए खड़े हैं. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് കൊയറിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. आशीष कोयर के लिए परमेश्वर को हम धन्यवाद देते हैं. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. सभी को परमेश्वर बहुत आयत से आशीष दे. സമയപരിധി വളരെ ഉണ്ട്, അത് ഞാൻ ഓർക്കുന്നു. എങ്കിലും എൻ്റെ പ്രസംഗം പകുതി ഈ പ്രിയപ്പെട്ടവനോട് കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. समय की कमी है, हम जानते हैं, लेकिन इनका आधा संदेश हमको दे रहे हैं. എൻ്റെ നാട് അടൂരാണ്. मैं अडूर से हूँ വൈഫിൻ്റെ നാട് മാവേലിക്കരയാണ്. और हमारे धर्मपत्नी का जो गांव है वो मावेलिकरा है. കഴിഞ്ഞ 40-ലധികം വർഷങ്ങൾ ഞങ്ങൾ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു. और 40 से ज़्यादा साल परमेश्वर की सेवकाई के लिए हम केरल के अलग अलग भाग में थे. ഒരു 24 വർഷമായി തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നു. और 24 साल से हम तिरुवनंतपुरम के शहर में रह रहे हैं. അവിടെ ഒരു ആത്മീയ കൂട്ടായ്മ ആ പട്ടണത്തിൽ ഞങ്ങൾക്കുണ്ട്. और वहाँ पे एक सेवकाई और एक भाग परमेश्वर हमें दिया है. ദൈവത്തിൻ്റെ കൃപയാൽ ഈ കടന്നു വന്ന വഴികളിലൊക്കെ ദൈവം ഞങ്ങളെ നിലനിർത്തി. और परमेश्वर की कृपा से वो हर एक मार्ग में परमेश्वर हमें सहायता किया है, ശുശ്രൂഷയിൽ സഹായിച്ചു, सेवकाई में सहायता किया है. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. खास करके इस राज्य में हम पहली बार आ रहे हैं. ചില കൂട്ടായ്മകളിലൊക്കെ സംബന്ധിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. और कुछ सेवकाइयों में भाग लेने के लिए परमेश्वर ने कृपा किया. ഇന്നും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. और आज सुबह आपके साथ हम हैं, हम बहुत खुश हैं. ഞങ്ങൾക്ക് ഈ അവസരം അനുവദിച്ച കർത്താവിൻ്റെ ദാസനോടും ഞങ്ങളെ ഉൾക്കൊള്ളുന്ന ദൈവസഭയോടും നന്ദി പറയുന്നു. ये अवसर दिए हुए परमेश्वर के दास के लिए और आप सब के लिए हम धन्यवाद देते हैं. ഇന്നലത്തെക്കാൾ ഇന്ന് ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് തന്നല്ലോ. और एक और दिन परमेश्वर ने हमको दिया है. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, രാവിലെ ദൈവത്തിൻ്റെ ദയയും രാത്രി തോറും ദൈവത്തിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കും നല്ലത്. और वचन में हम पढ़ते हैं कि दिन में परमेश्वर की दया और शाम को उसकी विश्वास योग्यता का वर्णन करना अच्छा है. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരെയും അറിയുന്ന ഒരു ദൈവം നമ്മുടെ മധ്യമുണ്ട്. और आए हुए सबको जानने वाले परमेश्वर हमारे बीच में है. ഒരുപക്ഷെ അടുത്തടുത്തിരിക്കുന്നവരെ പരസ്പരം അറിയത്തില്ലെങ്കിൽ പോലും शायद आपके आजू बाजू में जो बैठते हैं उनको आप नहीं जानते हो, നമ്മളെക്കാൾ നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവം. लेकिन हमसे ज्यादा बढ़कर हमें जानने वाला परमेश्वर है. ആരാധനയുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. और ये हमारी सबसे बड़ी खुशी की बात है. പ്രൈസ് ദി ലോർഡ്. हालेलुया. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. परमेश्वर को धन्यवाद देंगे. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ടായി. और जब मैंने वचन पढ़ा तो मैं बहुत खुश हुआ परमेश्वर ഇന്നത്തെ में. വാഗ്ദത്ത വചനം और यहाँ का जो प्रॉमिस वर्स है, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുമെന്നുള്ള വിശ്വാസം എത്ര പേർക്കുണ്ട്? और परमेश्वर हमें एक नए विश्वास में ले जाएगा, ऐसा विश्वास मैं करता हूँ. എന്ന് നമ്മൾ ഈ അവസ്ഥയിലായിരിക്കുമെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? और हम जिस अवस्था में है उसमें कितने लोग खुश हैं. വചനത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു, നിന്റെ മതിലുകൾ പണിയുവാനുള്ള നാളുകൾ വരുന്നു. और वचन में ऐसा लिखा है, आपके दीवार बनाने के समय आ चुके हैं. നിന്റെ അതിരുകൾ അകന്നു പോകും. और आपके जो बाउंड्रीज है हट जाएंगे. എന്ന് പറഞ്ഞാൽ ഒരു വിശാലതകൾ ദൈവം വരുത്തും. उसका मतलब विशालता में परमेश्वर ले जाएगा. ദൈവം ചില പ്രിയപ്പെട്ടവരുടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ സഭ വർദ്ധിപ്പിക്കുന്നവർ ദൈവത്തെ कुछ സ്തുതിക്കുന്നു. और लोगों को लेकर आएगा और हमारी कलीसिया को बढ़ाने वाला है. इससे परमेश्वर നമ്മുടെ धन्यवाद देते हैं. ജീവിതത്തിന്റെ നാളുകളിൽ അത് നമ്മൾ കാണാൻ ദൈവം നമുക്ക്
ആയുസ്സും അവസരവും തരുന്നോർത്ത് സ്തോത്രം ചെയ്താണ്. और हमारी आयु में परमेश्वर हमें ये देखने के लिए सहायता करेगा, इसलिए परमेश्वर धन्यवाद देते हैं। ദാസന്റെ എല്ലാ പ്രയത്നങ്ങളെയും ദൈവം മാനിക്കട്ടെ. परमेश्वर के दास के हर एक प्रयत्न को परमेश्वर अनुग्रह दे। ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. हमारे लिए भी आप प्रार्थना करें। ഇവിടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ മനസ്സിൽ ഒരു വേദഭാഗം, आज आपसे बात करने के लिए परमेश्वर का भाग परमेश्वर दिया। അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ प्रेरितों का काम उसका 12वां अध्याय है, 16-17 വാക്യങ്ങൾ. उसका 16 और 17। എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഈ ട്രാൻസ്ലേഷന് പരിചയമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ലാഗ് ചെയ്ത് പോകുന്നെങ്കിൽ ക്ഷമിക്കുക. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഇങ്ങനെ പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. परंतु पतरस खटखटाता रहा। അവർ തുറന്നപ്പോൾ अतः जब उन्होंने खिड़की खोली, അവനെ കണ്ട് വിസ്മയിച്ചു. उसे देखकर चकित रह गए അവർ മിണ്ടാതിരിപ്പാൻ और वो चुप रहने के लिए അവൻ ആംഗ്യം കാട്ടി. उसने अपने हाथ से संकेत किया കർത്താവ് തന്നെ തടവിൽ നിന്ന് और प्रभु ने किस रीति से उसे बंदी से പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. निकाला था ये बताया ഇത് യാക്കോബിനോടും और कहा कि याकूब ശേഷം സഹോദരന്മാരോടും और सारे भाइयों को അറിയിപ്പീൻ എന്ന് പറഞ്ഞു. ये बात बताओ, ऐसा उनसे कहा। ഇന്നത്തെ എൻ്റെ ചെറിയ മെസ്സേജ് ഒരു ടോപ്പിക്കൽ സർമനാണ്, ഒരു ടോപ്പിക്കൽ മെസ്സേജാണ്. और जो एक छोटा सा संदेश है वो एक टॉपिकल संदेश ഈ है। 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 12वें अध्याय के पहले वचन से ഈ വായിച്ചു നിർത്തിയ അത്രയും ഭാഗങ്ങളിൽ നിന്ന് हमने जहां तक रोका उतने भाग में നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. उसमें से हम कुछ बातों को सीखेंगे। പുതിയ നിയമത്തിലെ ഒരൊറ്റ ചരിത്ര പുസ്തകമേ ഉള്ളൂ. और नए नियम में सिर्फ एक चरित्र का किताब है, അത് സഭയുടെ ചരിത്രമാണ്. वो कलीसिया का चरित्र है। ഇത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വരെ മറ്റ് ചില അപ്പോസ്തലൻ പത്രോസിനോടും മറ്റു ചില അപ്പോസ്തലന്മാരോടും ചേർന്നുള്ള പ്രവൃത്തിയാണ് കാണുന്നത്. और प्रेरितों का जो काम है उसका 12वां अध्याय तक पतरस और दूसरे अपोस्तल लोगों के बारे में लिखा हुआ है। 13 മുതൽ മേലോട്ട് പൗലോസിന്റെ ശുശ്രൂഷകളാണ് കാണുന്നത്. लेकिन 13वें अध्याय से आगे पौलुस की सारी सेवकाइयों के बारे में लिखा है। ഈ അപ്പോസ്തല പ്രവൃത്തിയെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. और प्रेरितों का काम को परमेश्वर की आत्मा का काम कहना ज्यादा सही है। 12-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് 12वें अध्याय में परमेश्वर कलीसिया जो कहते हैं ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. और वो प्रतिकूल की अवस्था से जाती है। ആ 12-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം തന്നെ വായിക്കുമ്പോൾ ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. और पहला वचन में लिखा है कि हेरोद ने कलीसिया के कई व्यक्तियों को सताने के लिए हाथ डाले। അവിടെ ഹെരോദാവിൽ പിശാച് പ്രവർത്തിച്ച് സഭയിൽ ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങി. और हेरोदास के मन में शैतान ने काम किया और कलीसिया कुछ लोगों के ऊपर उसने हाथ लगाया। അപ്പോസ്തലന്മാരിൽ ഒരാളായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. और प्रेरितों में से एक याकूब को उसने तलवार से मरवा डाला। യഹൂദ സമൂഹത്തിന് അത് സന്തോഷമായി എന്ന് കണ്ടപ്പോൾ और यहूदी लोग जब बहुत खुश हुए उसने देखा പത്രോസിനെയും പിടിച്ചു. तो पतरस को भी पकड़ा പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. और पतरस को बंदीगृह में डाल ഈ दिया। സമയത്ത് സഭ പ്രാർത്ഥിച്ചു. और कलीसिया प्रार्थना करती है। അതിന്റെ പരിണത ഫലമായിട്ട് उसके कारण से പത്രോസ് വിടുതൽ പ്രാപിച്ച് സഭയിൽ വന്ന് സാക്ഷ്യം പറയുന്നു. पतरस छुटकारा पाता है, कलीसिया में आता है, गवाही देता है। ഇത്രയും ഭാഗമേ ഉള്ളൂ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം. इतना भाग उसमें लिखा हुआ है। ഒന്നാമത്തെ കാര്യം നമ്പർ 1, पहली बात जो है പിശാച് മനുഷ്യരെ ബന്ധിക്കുന്നു. शैतान जो है मनुष्य को बंधन में डालता है। പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, और नए नियम में हम पढ़ते हैं हमारी लड़ाई मांस और लहू से नहीं है। വാഴ്ചകളോടും അധികാരങ്ങളോടും പിന്നെ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. हमारी लड़ाई जो है वो अधिकारियों से और स्वर्ग की सेनाओं से है। അപ്പോൾ അത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. इफिसियों के पत्री 6वां अध्याय 12वें कलम में लिखा हुआ है। ഈ പിശാച് മനുഷ്യരെ ബന്ധിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ചില ആളുകളെ ശത്രു ബന്ധിക്കും. और परमेश्वर की उपस्थिति में कार्यरत रहने वाले कुछ लोगों को शैतान पकड़ता है। ബൈബിളിലെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണ്. പഴയ നിയമത്തിൽ ഈ ശിംശോൻ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ വ്യക്തി ഉണ്ടായിരുന്നു. और पुराने नियम में शिमशोन नाम का एक न्यायी था। അവനും അവന്റെ അപ്പനും അമ്മയും അവനും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് और वो उसके माता पिता जब जंगल में से यात्रा करते हैं ആ ഒരു മുന്തിരിത്തോട്ടത്തിനകത്ത് എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ വന്നെന്ന. तो वहां पे लिखा हुआ है जब वो दाग की बारी में पहुंचे तो एक शेर उसकी तरफ गरजते हुए आया। അപ്പനുണ്ട്, माता है, അമ്മയുണ്ട്, पिता भी वहां है, അവരുടെ നേരെ വന്നെന്നല്ല, उनके खिलाफ नहीं आया, ആ ശിംശോന്റെ നേരെ വന്നു. शिमशोन के खिलाफ वो आया। അത് കാരണം അവന്റെ നേരെയാണ് ശത്രുവിന്റെ പോരാട്ടം വന്നത്. उसका कारण ये है कि उसके सामने शत्रु की लड़ाई है। ഇവിടെ പത്രോസിനെ എന്തുകൊണ്ട് ബന്ധിച്ചു എന്ന് ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയുക. और यहाँ पतरस को क्यों बंदी किया मैं अपने अभिप्राय में बताऊं। ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യം 3000 പേർ ഒറ്റ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടു. और प्रेरितों के काम में शुरुआत में ही एक प्रचार में 3000 लोगों ने बपतिस्मा लिया। ഞങ്ങളൊക്കെ 3000 പ്രസംഗം പ്രസംഗിച്ചാൽ ചിലപ്പോൾ
ആരും രക്ഷിക്കപ്പെടും. हम 3000 प्रचार करेंगे तो शायद एक जन कुछ പത്രോസിന്റെ उद्धार पाएगा. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടെങ്കിൽ लेकिन पतरस के जब एक प्रचार में 3000 लोग बच गए, ഇനിയും ചില പ്രസംഗങ്ങളോട് അവൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് ദൈവത്തെ അറിയും. तो अगर कुछ प्रचार को हम करेंगे तो बहुत सारे लोग परमेश्वर में आएंगे. അപ്പോ അതുകൊണ്ട് ഈ പത്രോസിനെ സാത്താൻ ബന്ധിച്ചു. इसलिए पतरस को शैतान बंधन में डालता है. രണ്ട്, ഈ ഫസ്റ്റ് റെക്കോർഡഡ് മിറക്കിൾ എന്ന് പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലെ ഒരു മുടന്തൻ 40 വയസ്സുള്ള ഒരു വ്യക്തി പത്രോസിന്റെ കയ്യിൽ പിടിച്ചപ്പോൾ സൗഖ്യമുള്ളവനായി. पहला आश्चर्य काम जो लिखा गया वो ये 3रे अध्याय में एक लंगड़े को पतरस ने हाथ पकड़ के खड़ा कर दिया और वो एक आश्चर्य था जो लिखा गया था. പത്രോസിനെ ഇങ്ങനെ വിട്ടാൽ ഇനിയും യെരുശലേമിൽ മുടന്തന്മാരെന്ന് കാണത്തില്ലെന്ന് പിശാച് വിചാരിച്ചു. और शैतान अच्छी तरह जानता है पतरस को इस तरह छोड़ दिया जाए तो वो यरूशलेम में नहीं रह पाएगा. പിന്നെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 9 വായിക്കുമ്പോൾ അവിടെ സ്തോത്രം ഐനയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വർഷങ്ങളായി കിടപ്പിലായിരുന്നു. പത്രോസിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. और 9वें अध्याय में जब आते हैं एनियास करके एक व्यक्ति जो है वो बरसों से पड़ा हुआ था, पतरस ने उसको पकड़ के खड़ा किया और कहा कि उठ चल. തബീഥ എന്ന് പറയുന്ന ഒരു യൗവനക്കാരത്തി സ്ത്രീ പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റു. तबीता नाम की एक स्त्री जो जिनकी मृत्यु हो गई थी, पतरस ने उसको प्रार्थना किया और वो जीवन को ഇങ്ങനെ पाया. അത്ഭുതങ്ങൾ പലത് സംഭവിച്ചപ്പോൾ പിശാച് വിചാരിച്ചു, ഇങ്ങനെ പത്രോസിനെ വിട്ടാൽ സ്തോത്രം ഒരുപാട് അത്ഭുതം നടക്കും, അത് നടക്കരുതെന്ന് വിചാരിച്ച് ശത്രു അവനെ ബന്ധിച്ചു. इसलिए शैतान जानता था अगर पतरस को छोड़ दिया जाए तो ऐसे बहुत चमत्कार काम वो करेगा, इसलिए उसको पकड़ दिया गया. ഇന്ന് രാവിലെ എന്റെ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. और आज मेरे और आपके जीवन के खिलाफ ഞാൻ നിങ്ങൾ ഉയർച്ചയുടെ പടികളിലേക്ക് വരുമെങ്കിൽ, और मैं और आप जब आगे बढ़ने की सीढ़ियों को चढ़ते हैं, ആത്മീകമായി പ്രയോജനപ്പെടുമെന്ന് കാണുമ്പോൾ, जब आत्मिक रीति में हम आगे बढ़ने की कोशिश करते हैं, ശത്രു അടങ്ങിയിരിക്കുകയില്ല. शैतान शांत नहीं बैठेगा അവനും സ്തോത്രം ചില പ്രതികൂലങ്ങൾ നമുക്കെതിരെ കൊണ്ടുവരും. और वो हमारे सामने प्रतिकूलताओं को डालता है. പക്ഷേ ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, लेकिन एक बात को परमेश्वर के बच्चों को याद करना है, നമ്മെ വിളിച്ച ദൈവം അതിനേക്കാൾ വലിയവനാണ്. हमें बुलाने वाला परमेश्वर उससे बड़ा है. Praise the Lord. हालेलुया. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. जो मेरे साथ है वो दुनिया में जो है उससे बड़ा है. Praise the Lord. ഇത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. विश्वास करके परमेश्वर की आराधना को करे. Praise the Lord. ഇവിടെ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു, പക്ഷേ പത്രോസിനെ പിടിച്ചപ്പോൾ പെട്ടെന്ന് കൊല്ലാൻ പറ്റിയില്ല. और याकूब को तलवार से मरवा डाला, लेकिन पतरस को जब पकड़ा तो उसको मरवा नहीं पाए. അതിന് കാരണം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പെസഹ വരികയാണ്. ഒരു പെസഹ. और चौथे वचन में जब हम पढ़ते हैं तो जल्दी से फसह का पर्व आ गया, അല്ലെങ്കിൽ പത്രോസിനെ കൊന്നുകളഞ്ഞേനെ. नहीं तो पतरस को भी मार दिया जाता. പെസഹ കഴിഞ്ഞിട്ട് അവനെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്നു. और फसह खत्म होने के बाद उसको मारने की Praise the Lord. सोच में है. ആ പെസഹ വന്നതുകൊണ്ട് പത്രോസിന് കുറെ ദിവസം കൂടെ അവൻ ജീവിച്ചിരിക്കാനിടയായി. क्योंकि फसह का पर्व आया इसलिए पतरस कुछ और दिन जीवित रहा. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് സഭയ്ക്ക് ആ സമയം പ്രയോജനപ്പെടുത്തി പ്രാർത്ഥിക്കാനിടയായി. और दूसरी बात कि कलीसिया को समय मिला कि उनके लिए प्रार्थना किया जाए. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, एक चीज को आपको याद रखना നമ്മുടെ है, ജീവനെ സംരക്ഷിക്കുന്നതും നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്നതൊക്കെ ഇതിന് മേളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവ ശക്തിയാണ്. हमारे जीवन को बचाना और हमारे प्राण को सुरक्षित रखने वाला एक ऊपर वाला एक परमेश्वर है. പെസഹ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? फसह का मतलब क्या है? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശ് മരണമാണ്. हमारे परमेश्वर का क्रूस मृत्यु है. ഇവിടെ ഈ പെസഹ എന്ന് പറയുന്നത് അതൊരു നിഴലാണ് യേശുവിന്റെ ക്രൂശ് और മരണത്തിന്. फसह का पर्व जो है वो एक परछाई है परमेश्वर की क्रूस की मृत्यु का. ആ പെസഹ ഇടയിൽ കയറി വന്നതുകൊണ്ട് പത്രോസിന് വിടുതൽ കിട്ടി. क्योंकि वो फसह बीच में आया इसलिए पतरस छुड़ाया गया. ഹേരോദാവിന് ആ സമയത്ത് അവനെ തൊടാൻ കഴിഞ്ഞില്ല. और हेरोदास उसको मार नहीं पाया. അങ്ങനെയുണ്ടെങ്കിൽ മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിന് രക്ഷയ്ക്കും വേണ്ടി, ऐसा है तो मनुष्य जात के छुटकारे के लिए, കാൽവരിയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ് പെസഹ, കുഞ്ഞാടാണ് യേശു. और कालवरी में हमारे लिए बलि किया हुआ फसह का जो मेमना है वो यीशु मसीह है. അവൻ ശത്രുവിന്റെയും നമ്മളുടെയും ഇടയിൽ വരുന്നത് കൊണ്ട് ദൈവത്തിന്റെ പൈതലിനെ ദൃഷ്ടി വെക്കാൻ ശത്രുവിന് കഴിയത്തില്ല. आज भी शत्रु और हमारे बीच में खड़ा है इसलिए शत्रु हम पे नजर नहीं लगा पा रहा है. Praise the Lord. हालेलुया. ഇങ്ങനെ പത്രോസ് അവൻ ജയിലിൽ കിടക്കുമ്പോൾ അവൻ സഭ ശ്രദ്ധയോടെ 12-ാമത്തെ വാക്യം 5वां वचन लिखता है, ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. बंदीगृह में पतरस बंद था परंतु कलीसिया उसके लिए लौ लगाकर परमेश्वर से प्रार्थना कर रही थी. നമുക്കറിയാം സഭയ്ക്ക് ഒരു വിഷയമല്ല, कलीसिया किसी एक विषय പല नहीं है, വിഷയങ്ങളുണ്ട്. बहुत सारे विषय हैं. നമ്പറിട്ട് അവൻ എഴുതി പറയാൻ പ്രാർത്ഥിക്കാൻ പല വിഷയങ്ങളുണ്ട്. और ऐसे इतने सारे विषय है कि उसको अंक लगाया जा सकता है. പക്ഷെ ഇപ്പോഴത്തെ പ്രാർത്ഥന പത്രോസിന് വേണ്ടി മാത്രം. लेकिन अभी का प्रार्थना सिर्फ पतरस के लिए है. 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. 27वें भजन उसके 4थे वचन में लिखता है कि परमेश्वर से मैंने एक ही चीज की आशा की है, उसी के लिए मैं प्रार्थना करता हूँ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയം അതാണ്. हम सबकी प्रार्थना का विषय
विषय वही है പത്രോസിനെ ജയിലിൽ നിന്ന് പിടിപ്പിക്കണം, कि पतरस को बंदीगृह से छुड़ाना है ഹേരോദാവിന്റെ കയ്യിൽ നിന്ന് और പിടിപ്പിക്കണം. हेरोद के हाथ से बचाना है. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. कलीसिया लौ लगा के प्रार्थना करती है. Praise the Lord. Hallelujah. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ जैसे प्रार्थना करती है, ദൈവത്തിന്റെ വചനം പറയുന്നു, സഭ പോലും അറിയാതെ, പത്രോസ് അറിയാതെ ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ അവിടെ എത്തി. और कलीसिया न जानते हुए, पतरस भी न जानते हुए परमेश्वर का दूत वहां उतराता है. അപ്പോൾ പത്രോസ് ജയിലിൽ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ 16 പട്ടാളക്കാരുടെ നടുവിൽ കൈകൾ ബന്ധിക്കപ്പെട്ട് ഇരുന്നുറങ്ങിയായിരുന്നു. और जो पतरस था वो जेल में 16 सिपाहियों के बीच में हाथ बंधा हुआ वो सो रहा है. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, ഈ സമയത്ത് അടുത്ത ദിവസം ഹേരോദാവ് അവനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുക. मैं आपसे बताता हूँ, अगले दिन उसका मृत्यु निश्चय है. हेरोद उसको मारने वाला है. അതിന്റെ തലേ ദിവസം ഇങ്ങനെ ഈ സമയത്ത് എങ്ങനെ ഉറങ്ങാൻ കഴിയും? उसके एक दिन पहले वो कैसे सो रहा है? തീർച്ചയായിട്ടും അവൻ മനസ്സിനകത്ത് ഒരുപാട് വിഷമതകൾ വരും. और मन के अंदर बहुत सारी बातें आती है. വചനത്തെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പത്രോസിന് ഉണ്ടായിരുന്നുകൊണ്ടാണ് അവൻ ഉറങ്ങിയത്. और 3 बातें पतरस के जीवन में थी, इसलिए वो सो पाया. അവൻ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്. वचन में लिखा है कि मैं शांति के साथ सो जाऊंगा. ഇരുന്നുറങ്ങുന്നതിന്റെ കാര്യമല്ല, वो बैठ के सोने की बात नहीं है. കിടന്നുറങ്ങും. അപ്പൊ कहता है कि लेट के सो जाऊंगा. സമാധാനം ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റൂ. अगर शांति है तो आप सो सकते हो. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു സമാധാനമുണ്ട്. और पतरस के जीवन में शांति है. ആ യേശു ക്രിസ്തു അവന് പ്രത്യക്ഷപ്പെട്ടേച്ച് ഇങ്ങനെ പറഞ്ഞു, അവൻ സ്തോത്രം, നീ വയസ്സനായ ശേഷമേ മരിക്കുള്ളൂ. और यीशु मसीह प्रकट होने के बाद उससे कहता है कि तुम बुढ़ापे के बाद ही मरोगे. അവൻ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ और യോഹन्ना उसके 22वें अध्याय में അതിന്റെ ഒടുവിലത്തെ ഭാഗങ്ങൾ 18 മുതൽ അങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ उसके 18वें कलम से आगे जब लिखता है, പത്രോസിനോട് കർത്താവ് പറഞ്ഞു, पतरस से परमेश्वर कहते हैं, നീ അവൻ സ്തോത്രം ഇപ്പൊ നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നടക്കുന്നു, और अभी तुम अपनी मर्जी से चलते हो, എന്നാൽ നീ വയസ്സനായ ശേഷം लेकिन तुम बुजुर्ग होने के बाद ആളുകൾ നിന്റെ അരമുറുക്കും, और लोग तुम्हें कपड़े पहनाएंगे നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. और तुम्हें पसंद नहीं है ऐसे जगह ले जाएंगे. അപ്പോൾ അവന് മനസ്സിലായി, മരണം കൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. तब उसको पता चला कि मृत्यु से परमेश्वर के नाम की महिमा പക്ഷേ होगी. വയസ്സനായ ശേഷമേ സംഭവിക്കുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു. लेकिन ये बुढ़ापे में होगा ऐसे परमेश्वर ने कहा है. ഒരു പക്ഷേ ജയിലിലിരുന്നപ്പോ പത്രോസ് ഒന്ന് നോക്കി കാണും, और जेल में शायद पतरस देखता है, ഞാൻ അത്ര വയസ്സനായിട്ടൊന്നുമില്ല. और मैं इतना ज्यादा भी बूढ़ा नहीं हुआ हूँ. അങ്ങനെ ഉണ്ടെങ്കിൽ ഹേരോദാവല്ല ആര് വിചാരിച്ചാലും എന്നെ കൊല്ലാൻ പറ്റും. अगर ऐसा है तो हेरोद नहीं, कोई भी सोचे मुझे नहीं मार सकते हैं. അപ്പോൾ പത്രോസിന് ഒരു ധൈര്യം ഉണ്ടായി. और पतरस के अंदर हियाव था. ആ വചനം കേട്ടത് അവന്റെ ജീവിതത്തിൽ ഇപ്പോൾ അവന് വലിയ ധൈര്യമുള്ളവനായി. और वो वचन उसने सुना, इसलिए उसके मन में भी हियाव है. ഇന്ന് സഭാഹോളിൽ ആരാധനകളിലൊക്കെ നമ്മൾ വരുമ്പോൾ और आज जब कलीसिया में हम आराधना के लिए आए हैं, ദൈവത്തിന്റെ ദാസന്മാർ ചിലപ്പോൾ വചനം സംസാരിക്കും. परमेश्वर के दास जब वचन प्रचार करते हैं, അത് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുന്നതിന് ഒരർത്ഥമുണ്ട്. वो ध्यान से सुनने का एक बात है, क्योंकि कहा ചിലപ്പോൾ जाता है അതിനകത്തുനിന്ന് വരുന്ന എല്ലാ ദൂതുമല്ല, ചില ദൂതുകൾ നമുക്ക് വേണ്ടിയുള്ളതായിരിക്കും. क्योंकि सारी बातें शायद नहीं होगी, लेकिन कुछ बातें आप ही के लिए है. അപ്പോൾ അങ്ങനെ വരുമ്പോൾ जब ऐसा है, ആ ദൂത് ശ്രദ്ധിച്ചു കേട്ടാൽ अगर ध्यान से उस वचन को सुनते हैं, ജീവിതത്തിന് പിന്നീട് വരുന്ന ചില പ്രതിസന്ധികളിൽ तो आगे के जीवन के कुछ प्रतिकूल में സഹായിക്കാനോ सहायता करने के लिए പ്രത്യേകിച്ച് ആലോചന പറഞ്ഞു തരാനോ और या आपसे बात करने के लिए ആരുമില്ലെങ്കിലും जब कोई नहीं है, ആ ദൂതുകൾ നമ്മുടെ ഹൃദയത്തിന് വിടുതലായി. वो सुना हुआ वचन आपके मन में छुटकारा है. എബ്രായർ 2:1 വായിക്കുന്നു, और इब्रानी उसका 2 अध्याय पहला वचन में लिखता है, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് और कभी मैं बह न जाऊं इसलिए കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ सुने हुए वचन को बड़े ध्यान से रख छोड़ते हैं, ആവശ്യമാകുന്നു. और वो बहुत जरूरी है. Praise the Lord. हालेलुया. നിങ്ങളുടെ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്നെങ്കിൽ और अगर परमेश्वर कुछ आपसे कहते हैं, वो आपके मन में छूता है, അത് മനസ്സിൽ കരുതിക്കോണം. तो उसको मन में रखना है. കാരണം നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന ചില സന്ദർഭങ്ങൾ വരും. क्योंकि ऐसा समय आएगा जब आप अकेले हो जाएंगे. അങ്ങനെയുള്ള വേളകളിൽ ആ ദൈവശബ്ദം നിങ്ങൾക്ക് ധൈര്യം തരും. वैसे समय में परमेश्वर का जो वचन है वो Praise the आपको Lord. हियाव देगा. രണ്ടാമത്തെ കാര്യം, दूसरी बात, ആ ദൈവശബ്ദമാണ് അവനെ ബലപ്പെടുത്തിയതെങ്കിൽ और वो परमेश्वर का वचन उसको हियाव देता है. അടുത്ത കാര്യം, दूसरी बात, ഈ പത്രോസ് വലിയ ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. पतरस बहुत डरपोक आदमी है, ഞാൻ അതിനെ വിശദീകരിച്ച് പറയുന്നില്ല. और मैं बहुत ज्यादा आपको, ആ ഭയമുള്ള വ്യക്തി और वो डरपोक आदमी ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞപ്പോൾ അവന്റെ ഭയം മാറി. जब परमेश्वर के प्रेम से भर गया तो उसका डर चला गया. Praise the Lord. हालेलुया. നമ്മൾ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമായിരിക്കും അവിടെ വായിക്കുന്നു, തികഞ്ഞ സ്നേഹം पहला യോഹന്നാൻ 4 के 18 में ഭയത്തെ പുറത്താക്കി കളയുന്നു. वहां लिखता है कि पूरा प्यार जो है वो डर को भगाता है. Praise the Lord. हालेलुया. അതുകൊണ്ടാണ് ഈ പത്രോസിന്റെ അടുക്കൽ കർത്താവ് വന്നേച്ചു പറഞ്ഞു, നീ ഇവരിലധികമായിട്ട് എന്നെ
സ്നേഹിക്കുന്നു. पतरस के पास परमेश्वर आके पूछते हैं क्या इनसे अधिक तू मुझसे प्रेम करता है? അപ്പൊ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞത് എനിക്ക് പ്രിയമുണ്ടെന്നാ. और अगर प्रेम करते हैं पूछते हैं तो पतरस कहता है हाँ प्रभु मैं प्रिय हूँ. വീണ്ടും കർത്താവ് ചോദിച്ചു നിന്നെ ഇവരിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. परमेश्वर दोबारा उससे पूछते हैं क्या इनसे अधिक तू मुझसे प्रेम करता है? അപ്പോഴും പറഞ്ഞു അപ്പോഴും എനിക്ക് പ്രിയമുണ്ടെന്ന്. और तब भी कहा कि मैं आपसे प्रिय करता हूँ. അപ്പൊ കർത്താവിന് മനസ്സിലായി ഞാൻ പറയുന്ന വാക്ക് അവന് മനസ്സിലാവുന്നില്ല. परमेश्वर को समझ में आया जब मैं जो बोल रहा हूँ उसको समझ में नहीं आ रहा है. യേശു മൂന്നാമത് ചോദിക്കുന്ന നിനക്ക് ഇവരിലധികമായി എന്നോട് പ്രിയമുണ്ടോ? तीसरी बार परमेश्वर उससे पूछते हैं कि क्या इनसे ज्यादा तुम मुझसे प्रेम करता है? അപ്പൊ പ്രിയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അവിടെ കുറ്റബോധമുള്ളവനായി. और जब परमेश्वर तीसरी बार उससे पूछा तो पतरस के मन में चोट आई. അപ്പൊ ഞാനൊരു ദൂത് നിങ്ങളോട് പറയുകയാണ്. और एक वचन में जो आपसे कहता हूँ നമ്മുടെ ജീവിതത്തിന്റെ താഴെ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. और हमारे जीवन के नीच स्टैंडर्ड में भी उतर आने वाला परमेश्वर है. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് കോണ്ടിസെൻഷൻ. और वचन में इंग्लिश में एक वचन है कॉन्डेसेंशन. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കർത്താവ് പറയുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ സ്റ്റേജിലേക്ക് അവൻ ഇറങ്ങി വരും. उसका मतलब यह है परमेश्वर जो बोलते हैं हमें समझ में नहीं आए तो हमें समझ में आए उस स्तर में परमेश्वर उतराते हैं. അത് കർത്താവിന്റെ ഒരു സ്വഭാവമാണ്. वो परमेश्वर का एक स्वभाव है. हालेलुया. അവൻ ദുഃഖിച്ചു ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. और वो दुखित हुआ परमेश्वर के सामने समर्पण करता है. അന്ന് മുതൽ അവന്റെ ഉള്ളിലെ ഭയമെല്ലാം മാറി. और तब से उसके मन का भय चला गया. പരിശുദ്ധാത്മാവ് വന്നു. पवित्र आत्मा आए. ദൈവസ്നേഹം അവന്റെ ഉള്ളിൽ പകർന്നു. परमेश्वर का प्रेम उसके मन में आया. യഹൂദ അധികാരികളുടെ മുമ്പിൽ നിന്നൊക്കെ അവൻ പറയുന്നത് और यहूदा अधिकारी के सामने खड़े रह के बोलता है ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്ന ഒരിക്കലും ശരിയല്ല. और परमेश्वर से बढ़कर तुम्हारी बात मानो ये सही नहीं है. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നതാണ് ആവശ്യം. और मनुष्यों की बात से ज्यादा परमेश्वर की बात मानना जरूरी है. ആ തികഞ്ഞ ദൈവസ്നേഹം और वो पूरा परमेश्वर का प्रेम ഭയത്തെ പുറത്താക്കി. वो उसके डर को हटा दिया. അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് അവൻ ഒരിക്കൽ കേട്ട ദൈവ ശബ്ദം അവനെ ഇവിടെ ബലപ്പെടുത്തി. और दो बात मैंने कही कि उसका परमेश्वर का वचन जो उससे सुना था वो उसके साथ रहा. ഇവിടെ ദൈവ സ്നേഹം അവന്റെ ഭയത്തെ മാറ്റി. और दूसरी बात परमेश्वर का प्रेम उसके भय को हटाता है. ഇനി മൂന്നാമത്തെ ഒരു സംഭവം കൂടെ പറയാൻ പോകും. ഇവൻ ഉറങ്ങാനുള്ള കാരണം. और तीसरी एक और बात कि क्यों ये सो गया. അപ്പോസ്തലപ്രവൃത്തി 5:18-19 വായിക്കുമ്പോൾ और प्रेरितों का काम 5 अध्याय 18-19 से पढ़ते हैं. യോഹന്നാനെയും പത്രോസിനെയും ജയിലിൽ അടച്ചു. और യോഹन्ना और पतरस को जेल में बंद कर दिया. സഭ അറിഞ്ഞില്ല. और कलीसिया को पता नहीं है. ആരും പ്രാർത്ഥിക്കാനില്ലായിരുന്നു. कोई प्रार्थना नहीं करता है. ഒരു ദൈവത്തിന്റെ ദൂതൻ एक परमेश्वर का दूत രാത്രി ജയിലിൽ വന്നിട്ട് रात में जेल में उतर आया. യോഹന്നാനെയും പത്രോസിനെയും കൈക്ക് പിടിച്ച് പുറത്തിറക്കി. और യോഹन्ना और पतरस को हाथ में पकड़ के बाहर ले गए. നിങ്ങൾ പോയി ഈ ദൈവത്തിന്റെ വചനം എല്ലാവരോടും പറയാൻ പറഞ്ഞു. और कहा कि परमेश्वर के वचन को सबसे Praise the बताओ. Lord. അങ്ങനെ 5-ാം അധ്യായത്തിൽ ആരും പ്രാർത്ഥിക്കാതെ ആരും അറിയാതിരിക്കുമ്പോഴും അവർക്ക് ജയിലിൽ നിന്ന് വിടുതൽ കിട്ടി. वैसे 5वें अध्याय में जब किसी को पता नहीं था तब भी बंदीगृह से परमेश्वर छुड़ाया. ഈ 12-ാം അധ്യായത്തിൽ इसलिए 12वें अध्याय में പത്രോസ് ഉറങ്ങാനുള്ള ഒരു കാരണം इसलिए पतरस सो गया. കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിടുവിച്ച ദൈവം, क्योंकि पिछले दिनों में मुझे छुड़ाने वाला परमेश्वर, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, पिछले दिनों में मेरे लिए उतरने वाला परमेश्वर, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് അത്ഭുതം പ്രവർത്തിച്ച ദൈവം, और पिछले दिनों में आश्चर्य ആ करने वाला ദൈവം, परमेश्वर, ആ ദൈവത്തിന്റെ ദൂതൻ वो परमेश्वर का दूत ഇവിടെ പ്രവർത്തിക്കും. यहाँ भी काम करेगा. Praise the Lord. हालेलुया. അങ്ങനെയാണെങ്കിൽ ഇന്നലെ പ്രവർത്തിച്ച ദൈവം कल काम करने वाला परमेश्वर ഇന്നും പ്രവർത്തിക്കാം. आज भी काम करेगा. ശക്തനെന്ന ബോധ്യമുള്ള और वो इतना सामर्थ्य है ऐसा जानने वाला ദൈവമക്കൾക്കായി കർത്താവിനെ परमेश्वर സ്തുതിക്കുന്നു. के बच्चों के लिए परमेश्वर को धन्यवाद. ഹല്ലേലൂയ. हालेलुया. Praise the Lord. हालेलुया. പത്രോസ് അവൻ ജയിലിൽ ഉറങ്ങിയായിരുന്നു. और पतरस जेल में सो जाता है സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. और कलीसिया उसके लिए लौ लगा के प्रार्थना करती है. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഉറങ്ങുന്നവരെയും ദൈവം കാണുന്നു, और सोने वाले को परमेश्वर देखता है പ്രാർത്ഥിക്കുന്നവരെയും ദൈവം. और प्रार्थना करने वाले को परमेश्वर देखता है. പത്രോസിന്റെ വിടുതലിന് വേണ്ടി पतरस के छुटकारे के लिए സഭ മാത്രം പ്രാർത്ഥിച്ചാ പോരാ. सिर्फ कलीसिया प्रार्थना करे तो बहुत नहीं है. പത്രോസും ചില കാര്യങ്ങൾ ചെയ്യേണ്ടി. पतरस को भी कुछ चीजें करनी है. നോക്ക് അതെന്താണ് പത്രോസ് ചെയ്യേണ്ട കാര്യങ്ങൾ? पतरस को क्या करना है? 12-ാം അധ്യായത്തിൽ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. 12वां अध्याय उसके 7वें वचन में देखो प्रभु का एक स्वर्गदूत आ खड़ा हुआ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. और कोठरी में ज्योति चमकी. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. उसने पतरस के पसली पे हाथ मारा. പത്രോസ് ഉറങ്ങിയാണ്, അവന്റെ വിലാപ്പുറത്ത് തട്ടി. पतरस सो रहा है उसको जगाया. എന്താണ് വിലാപ്പുറത്ത് തട്ടുക എന്ന് പറഞ്ഞാൽ? और उसके पसली पे हाथ रखने का അവനെ मतलब क्या ഒന്ന് है? ഉണർത്താൻ വേണ്ടിയാ. उसका मतलब उसको जगाने के लिए है. ബൈബിളിൽ ചില ആളുകളുടെയൊക്കെ വിലാപ്പുറത്ത് അവൻ തോളിൽ ദൈവം തട്ടിയിട്ടുണ്ട്. और परमेश्वर ने बाइबल में कुछ लोगों के कंधे पे हाथ रखा है. ഒരു യോന ഉറങ്ങിയപ്പോൾ
അവൻ ആളുകൾ വന്ന് അവനെ തട്ടി ഉണർത്തിയത്. योना जब सो गया लोग आके उसको जगाते हैं. ഏലിയാവ് മരുഭൂമിയിൽ സൂര്യച്ചിയുടെ തണലിൽ ഉറങ്ങുമ്പോൾ ദൂതൻ അവനെ വന്ന് തട്ടി. और एलिया जब जंगल में सो रहा था तब परमेश्वर के दूत ने आके उठाया. പത്രോസും ഇരിക്കുന്ന അവസ്ഥയിൽ അവനൊരു മാറ്റം ഉണ്ടാകാൻ ദൂതൻ അവനെ തട്ടി ഉണർത്തി. और पतरस के अवस्था में बदलाव होने के लिए दूत आके उसको जगाता है. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? उसका मतलब क्या समझे? നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് हम जिस अवस्था में है ദൈവം നമ്മളെ परमेश्वर हमको പുറത്തു കൊണ്ടുവരാൻ, बाहर लेके आने के लिए നമ്മുടെ ജീവിതത്തെ സന്ദർശിക്കുന്നതാണ് ഈ വിലാപ്പുറ തട്ടുക. हमारे जीवन में परमेश्वर अपने संकेत को भेजता है. ये अपने पसली पे हाथ रखना हुआ. ദൈവസേനയിൽ എപ്പോഴും മനുഷ്യന് വരാൻ ചില കാരണങ്ങളുണ്ട്. परमेश्वर कई बार मनुष्य के जीवन में आता है, उसका कारण है. ചിലര് രോഗസൗഖ്യം പ്രാപിച്ചു വരും. और कुछ लोग बीमारी से चंगाई पाते हैं. ചിലര് വലിയ കടഭാരങ്ങളിലായിരിക്കുമ്പോൾ അവിടുന്ന് മുന്നോട്ട് വരും. और कुछ लोग जब कर्ज में है तब परमेश्वर से मिलते हैं. വേറെ ചില ആളുകൾ മറ്റു ചില പ്രതിസന്ധികളുടെ നടുവിലാകുമ്പോൾ और कुछ लोग जो प्रतिकूल के बीच में है ദൈവം അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരും. परमेश्वर ने अपने उपस्थिति में ले आता है. Praise the Lord. हालेलुया. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാരണങ്ങളില്ലാതെ ചില ആളുകൾ ദൈവത്തെ അറിയുന്നില്ല. और ऐसा है तो बिना कारण के कोई परमेश्वर को नहीं जानता അങ്ങനെ है. ഇവിടെ പത്രോസിനെ വിലാപ്പുറത്തട്ടിയപ്പോൾ അവൻ ഉണർന്നു. और पतरस के जब पसली पे हाथ रखा वो जागा. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ചില കഷ്ടതയിൽ നിന്ന് പ്രതികൂലത്തിൽ നിന്ന് ഒക്കെ ദൈവത്തെ കണ്ട് മുന്നോട്ട് ഇറങ്ങിയവർ ദൈവസഭയിൽ വന്നാൽ അവർക്കൊരു സാക്ഷ്യം പറയാൻ കാണും. और इसलिए परमेश्वर ने जिन लोगों को कुछ अवस्थाओं से निकाला है और कलीसिया में आते हैं उनको गवाही देने को है. എന്തായിരിക്കും അവർക്ക് പറയാനുള്ള സാക്ഷ്യം? उनकी गवाही क्या है? ഞാൻ കഷ്ടതയിലായിരുന്നു, എനിക്ക് ഗുണമായി. और मैं कष्ट में था, ये मेरे लिए अच्छी बात Praise the थी. Lord. हालेलुया. ഞാൻ കഷ്ടതയിലായിരുന്നു, എനിക്ക് ഗുണമായി. मैं कष्ट में था, मेरे लिए अच्छी बात थी. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ എനിക്കിട വന്നു. ताकि मैं तेरे नियमों को जान पाऊं. Praise the Lord. हालेलुया. ദൈവം മനുഷ്യനെ നടത്തുന്ന ഒരേ പാതയിലല്ല, परमेश्वर मनुष्य को हमेशा एक रास्ते पे नहीं चलाते हैं. വ്യത്യസ്തങ്ങളായ വഴിയിലൂടെയാണ് ദൈവം നടത്തുന്നത്. अलग अलग मार्ग से परमेश्वर लेके जाते हैं. എന്നാൽ നിങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിച്ചാൽ, और अगर परमेश्वर के नाम की महिमा के लिए बोलते हैं, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ നിന്നാൽ, परमेश्वर के नाम की महिमा के लिए खड़े रहते हैं, ദൈവം നിങ്ങളെ പോറ്റും നിശ്ചയം. परमेश्वर जरूर आपको चलाएंगे. ദൈവം നിങ്ങളെ പരിപാലിക്കും. परमेश्वर आपका ध्यान रखेंगे. അത് ബോധ്യമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. जितने लोग इसको जानते हैं परमेश्वर को धन्यवाद दे. Praise the Lord. हालेलुया. Praise the Lord. हालेलुया. Hallelujah. आमेन. എത്ര നല്ലവൻ എന്നെ സുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവേ, എത്ര നല്ലവൻ. തീരാ സമയമായോ? ഏതു നേരത്തും നടത്തിയിടുന്നവേ, എണ്ണിയ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. ഓ എത്ര നല്ലവേ എന്നെ സുനായകൻ, ഏതു നേരത്തു നടത്തിയിടുന്നവേ, എത്ര Praise the Lord. हालेलुया. ഈ സമയത്ത് അവസാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ നമ്മളും ചില കാര്യങ്ങൾ ചെയ്യും. और अंत में कुछ बातों को मैं बताना चाहता हूँ जिससे हमारे जीवन में छुटकारा हो. സഭ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. सिर्फ कलीसिया के प्रार्थना से नहीं होता है. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ परमेश्वर जब कुछ चीजें करता है, നമ്മളും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യും. हमारे जीवन में भी कुछ चीजें होनी है. ഒന്നാമത്തെ കാര്യം പത്രോസ് ഉണർന്നു. और पहली बात पतरस जागा. ഉണരുക എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. जागने का मतलब यह है कि आपका मन और आपका शरीर परमेश्वर के आगे समर्पण करें സ്ഥിരതയുള്ളവരായി തീരുക. और स्थिरता के साथ रहे. ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കുക. परमेश्वर के वचन सुनने के लिए अपने कानों को खुले रखें. ദൈവത്തെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുക. परमेश्वर की बात मानने के लिए तैयार हो. അതാണ് ഉണരുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. और उसी का मतलब है जागना. അടുത്തത് ദൂതൻ അവനോട് പറഞ്ഞത്, और दूत उससे कहता है, അവൻ എപ്പോൾ ഉണർന്നോ അപ്പോൾ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. और जैसे ही वो जागा वैसे उसके हाथ से जो बेड़ियां हैं वो निकल गई. ദൂതൻ വെട്ടിയതല്ല, दूत ने नहीं काटा है, അറുത്ത് കളഞ്ഞതല്ല, उसको काट के अलग नहीं किया गया है, ശാസിച്ചതല്ല, उसको धमकाया नहीं गया है, ഒന്നും ചെയ്തതല്ല. कुछ नहीं किया. ദൂതന്റെ സാന്നിധ്യം അവിടെ വന്നപ്പോൾ, और जब दूत का उपस्थिति वहां आया, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവ സാന്നിധ്യം വന്നപ്പോൾ, जब प्रभु की उपस्थिति वहां आई ആ വെളിച്ചം അവിടെ പ്രകാശിച്ചപ്പോൾ, और जब वहां पे ज्योति आई ആരും തൊടാതെ ചങ്ങല അഴിഞ്ഞു. और किसी ने छुआ नहीं, वो बेड़ियां खुल गई. हालेलुया. Praise the Lord. Hallelujah. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. और हम जैसे सोचते हैं वैसे काम नहीं करता है वो. ഇന്ന് രാവിലെ ദൈവം
നമ്മുടെ മധ്യയുണ്ട്. परमेश्वर आज सुबह हमारे बीच में है. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും हमारे मन, शरीर और जीवन में മുൻപോട്ട് കാൽച്ചുവടുകൾ വയ്ക്കേണ്ടതിനും और आगे हम कदम रखने के लिए അത്ഭുത വിടുതൽ പകരുന്ന ദൈവകൃപയ്ക്കായി और अद्भुत परमेश्वर ने छुटकारा दिया है. നമ്മൾ इसलिए കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. हालेलुया, ഹല്ലേലൂയ. परमेश्वर का धन्यवाद दे. हालेलुया. പത്രോസ് ഉണർന്നു. पतरस जागा എന്നിട്ട് और उसके बाद ദൂതന്റെ വാക്കുകൾ ഇതാണ്. और दूत इस समान कहता है, ആമേൻ. അരകെട്ടാൻ പറഞ്ഞു. कहते हैं कमर बांध. പ്രൈസ് ദി ലോർഡ്. हालेलुया. അരകെട്ടുക എന്ന് പറഞ്ഞാൽ അവനൊരു തയ്യാറെടുപ്പുണ്ടാകാൻ. कमर बांधने का मतलब है तैयार होना. സാധാരണ ബൈബിൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. बाइबल ऐसा सिखाती है. ചില കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോൾ അവൻ അരകെട്ടുക എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ തയ്യാറെടുപ്പാണ്. और कमर बांधने का मतलब है जो करने वाले हैं उसके लिए आप तैयार हो जाएं. ആത്മീയ പോർക്കളത്തിലെ പടയാളികളാണ് നമ്മൾ. और हम एक आत्मिक युद्ध के सिपाही हैं. വേദപുസ്തകം പറയും നമ്മുടെ അരകെട്ടേണ്ടത് സത്യം എന്ന അരക്കെട്ട. परमेश्वर कहता है हमारे कमर में सच्चाई बांधनी है. ജീവിതത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും സത്യം വിട്ടു പോകരുത്. और जीवन के सारे उठाव चढ़ाव में कभी भी सच्चाई से दूर ना हो സത്യം വിട്ട് ചലിക്കരുത്. और सच्चाई से दूर न रहे. പൗലോസ് പറയുന്നു സത്യം എന്ന അരക്കെട്ട് കെട്ടണം. परमेश्वर पतरस कहता है कि सच्चाई से अपने कमर को അരമുറുക്കുക എന്ന് बांधो പറഞ്ഞാൽ അത് അവനെ തന്നെ ബലപ്പെടുത്തുക. और वो अपने आप को बलवंत करता है. അടുത്തത് നമ്മൾ വായിക്കുന്നു നിന്റെ കാലിൽ ചെരുപ്പിട്ട് മുറുക്കാൻ പറഞ്ഞു. उसका मतलब यह है कि अपने जूते को पहन लो. അരകെട്ടുക എന്ന് പറഞ്ഞ ഒരു തയ്യാറെടുപ്പ്. कमर बांधने का मतलब तैयार होना. ചെരുപ്പിടുക എന്ന് പറയുന്നത് അവൻ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കാൽച്ചുവട് മുന്നോട്ട് വയ്ക്കാൻ. और जूता पहनना मतलब परमेश्वर की सेवकाई के लिए कदमों को बढ़ाना. എഫേസ്യ ലേഖനത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. इफिसियों की पत्री में ऐसा पढ़ते हैं. Praise the Lord. हालेलुया. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. और शांति के सुसमाचार की तैयारी. നിന്റെ കാലിന് ചെരുപ്പാക്കണം. वो अपने पैरों के लिए നമ്മൾ ഈ चप्पल बनाना है. നമ്മൾ ഈ പറയുന്ന സുവിശേഷം സമാധാന സുവിശേഷം. और हम जो सुसमाचार देते हैं वो शांति का सुसमाचार है. അത് കാലിൽ ഇടാൻ പറഞ്ഞു. वो अपने पैरों में पहनने के लिए कहा. നമ്മൾ സാധാരണയായിട്ട് ആമേൻ ചെരുപ്പ് എന്ന് പറയുന്നത് രണ്ട് കാലിലും ഓരോന്നിടുമല്ലോ. हम जूते दो तरह से समझते हैं. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് രണ്ട് കാലിൽ ഇടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? और सुसमाचार दोनों पैरों में पहनने का मतलब क्या है? ഒന്ന് ഒരു കാലിൽ ഇടുന്ന സുവിശേഷം വിശ്വസിക്കണം. और एक जो पैर में आप पहनते हैं उसको विश्वास करो. മറ്റേ കാലിൽ ഇടുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? दूसरे पैर में पहनने का मतलब क्या है? സുവിശേഷം മറ്റുള്ളവരോട് പറയണം. और ये है कि सुसमाचार दूसरों से भी बताना है. ഒന്നത് വിശ്വസിക്കുക, पहला विश्वास करे, രണ്ടത് മറ്റുള്ളവരോട് പറയുക. दूसरा दूसरे लोगों से बताए. അവരോട് പറയുക കാലിൽ ചെരുപ്പിട്ട് अपने पैरों पर जूते पहन के മുറുക്കുക. Praise the Lord. पहन के तैयार रहे. അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब എന്താന്ന് ചോദിച്ചാൽ അവൻ ഈ ശുശ്രൂഷയിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കുക. उसका मतलब ये सेवकाई उससे दूर है वो. എന്നാൽ സമയം തീർന്നില്ല. लेकिन समय अभी खत्म नहीं हुआ है. അതുകൊണ്ട് ചെരുപ്പിട്ട് മുറുക്കാൻ പറഞ്ഞു. इसलिए कहा कि अपने जूते पहन लो അതിന് മുന്നോട്ട് നടക്കേണ്ടത് ആവശ്യമാണ്. और आगे चलना जरूरी है. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, अगले वचन में लिखा है ആമേൻ, അവൻ അങ്ങനെ ചെയ്തു. उसने ऐसा किया. അവൻ അങ്ങനെ ചെയ്തു. അത് അവന്റെ അനുസരണമാണ്. उसने ऐसा किया उसका मतलब वो आगे അടുത്ത कारी है. അടുത്ത വാക്യത്തിൽ अगला वचन, ദൂതൻ പറഞ്ഞു, दूत ने कहा നീ നിന്റെ വസ്ത്രം പുതച്ച് अपना वस्त्र पहनकर എന്റെ പിന്നാലെ വരിക. मेरे पीछे हो लो. വസ്ത്രം പുതയ്ക്കുക എന്ന് പറഞ്ഞാൽ वस्त्र पहनने का मतलब പത്രോസിനെ ഇനി ആരും കാണരുത്. कि पतरस को और कोई न देख पाए. പത്രോസിനെ ഇനി ആരും കാണരുത്. पतरस को और कोई न देख पाए. നമ്മളെ കർത്താവിന് വേണ്ടി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. अगर प्रभु के लिए कुछ करते हैं तो अपने आप को छुपा कर परमेश्वर के नाम की महिमा के लिए उसको करे. യോഹന്നാൻ പറഞ്ഞു, അവൻ വളരണം ഞാനോ കുറയണം. യോഹന്നാൻ कहता है कि वो बढ़ना चाहिए मैं कम हो. Praise the Lord. हालेलुया. അരമുറക്ക് എന്നിട്ട് പറഞ്ഞു, നീ എന്റെ പിന്നാലെ വരിക. कहते हैं वस्त्र पहनकर मेरे पीछे आ जाओ. എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്ന അവന്റെ പുറകെ പോകാൻ, और मुझे और आपको परमेश्वर ने बुलाया उसके पीछे पीछे चलने के എന്നെ लिए. അനുഗമിക്കാനാ യേശു പറഞ്ഞത്. परमेश्वर ने कहा मेरे पीछे हो लो. യേശു മുൻപേ പോകുന്നു, परमेश्वर आगे चलते നമ്മൾ हैं, അതിന്റെ പുറകെ പോകണം. हमें पीछे पीछे चलना है. അതിന്റെ അർത്ഥം എന്താണ്? उसका मतलब क्या है? നമ്മൾ പോകുന്ന വഴി എപ്പോഴും സുഖകരമല്ലായിരിക്കും. और हम जो रास्ते से चलते हैं बहुत अच्छा नहीं है. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതകളുണ്ട്. और वो ऐसे रास्ते हैं जहाँ कांटे हैं, पत्थर है. എന്നാൽ മുൻപേ യേശു പോണെങ്കിൽ, लेकिन आगे आगे जब यीशु चलते हैं, നമ്മൾ യേശുവിന്റെ പുറകെയാണ് പോകുന്നതെങ്കിൽ, हम यीशु मसीह के पीछे चलते हैं, മുൻപേ പോകുന്നവൻ तो आगे जाने वाला മുൻപിലുള്ള ശത്രുവിനെ आने वाले शत्रु को वो खत्म करेगा. നമ്മൾക്ക് और हमारे लिए ആമേൻ ക്ഷേമത്തോടെ പോകാൻ കഴിയും. अच्छे मार्ग को तैयार करेगा. Praise the Lord. हालेलुया. ആമേൻ. നമ്മൾ യേശുവിന്റെ പുറകെ അല്ലെങ്കിൽ अगर हम यीशु के पीछे नहीं हैं, എന്ത് സംഭവിക്കാന്നറിയാമോ? क्या होता है? ശത്രു നമ്മളെ തകർക്കും. शैतान हमें नाश करेगा. എന്നാൽ നമ്മൾ യേശുവിന്റെ പുറകെ പോകാമെങ്കിൽ लेकिन अगर हम यीशु के पीछे चलते हैं ശത്രുവിനെ അവൻ തകർക്കും. तो शैतान को खत्म करेगा നമ്മുടെ പാതകൾ നേരെയാകും. और हमारे मार्ग को सीधा करेगा. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? Praise the कितना Lord. विश्वास करते हैं? हालेलुया. ഹല്ലേലൂയ. हालेलुया. അവൻ അങ്ങനെ ചെയ്തെന്ന് നമ്മൾ വായിക്കുന്നു. और वैसा करता है वहां लिखा हुआ है. അങ്ങനെ പോയപ്പോൾ തിരുവചനം പറയുന്നു, അവരുടെ മുമ്പിൽ തുറക്കപ്പെടേണ്ട വാതിലുകൾ ഉണ്ടായിരുന്നു. और जब आगे बढ़ते हैं वचन में लिखा है कि आगे उसके फाटक था.
था ഒന്നാമത് അവൻ ഇരുന്ന കാരാഗ്രഹത്തിനകത്ത് ജയിലിനകത്താണ്. और पहले वो कोठरी के अंदर बैठा था. ആ ജയിലിന്റെ വാതിൽ തുറന്നു. वो कोठरी का दरवाजा खुल गया. അതിന് ഞാൻ പറയുന്നു മരണവാതിൽ എന്ന്. मैं कहता हूँ मृत्यु का द्वार. മരണവാതിൽ തുറന്ന് ദൈവം അവനെ പുറത്തു കൊണ്ടു. और मृत्यु का द्वार उसके लिए खुल गया. परमेश्वर उसको बाहर लेके आए. ഇനി അവൻ പട്ടണത്തിലെത്തണം. अब वो शहर में पहुंचना है ദൂതന്റെ പുറകെയാണ് അവൻ പോകുന്നത്. और दूत के पीछे पीछे वो चलता है. അങ്ങനെ പോയപ്പോൾ വചനം പറയുന്നു പട്ടണത്തിന്റെ വാതിൽ തന്നെ തുറന്നു. और जब जाता है तो वहाँ लिखा हुआ है कि लोहे का फाटक अपने आप खुल गया. നമുക്ക് തുറക്കാൻ കഴിയാത്ത ചില സ്ഥാനങ്ങളുണ്ട്. और ऐसी कुछ जगह है जो हम नहीं खोल सकते हैं. എന്നാൽ ദൈവം തുറക്കുന്നെങ്കിൽ അത് തുറന്നു വരും. लेकिन अगर प्रभु खोलता है तो वो खुलेगा. ഹല്ലേലൂയ. हालेलुया. അവൻ തുറന്നാൽ ആരും അടക്കില്ല. और अगर वो खोलता है कोई बंद नहीं कर पाएगा. അനേകരെ പിടിച്ചു തുറക്കുന്ന ഇരുമ്പ് വാതിൽ और जो लोहे का फाटक है ദൂതൻ ചെന്നപ്പോൾ അത് തന്നെ തുറന്നു. जब दूत गया तो अपने आप खुल गया. പ്രൈസ് ദി ലോർഡ്. हालेलुया. വിശ്വസ്തത കാണിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി विश्वास योग्य परमेश्वर के बच्चों के लिए ദൈവം ഇന്ന് വാതിൽ തുറക്കുന്നവനാണ്. परमेश्वर अपने रास्तों को खोलता है. ഹല്ലേലൂയ. हालेलुया. പ്രൈസ് ദി ലോർഡ്. आमेन. എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? कितने लोग परमेश्वर को धन्यवाद देंगे. അവസാനമായിട്ട് ഞാൻ പറയുന്നു അവൻ പട്ടണത്തിന് പുറത്തു വന്നു. और अंत में जब वो नगर से बाहर आया ഇതുവരെ പത്രോസിന് മനസ്സിലായില്ല ദൈവം തന്നെ വിടുവിക്കാന്ന്. पतरस को अभी तक समझ में नहीं आया कि परमेश्वर എന്നാൽ उसको छुड़ा रहे हैं. 12-11 വാക്യം വായിക്കുന്നു പട്ടണത്തിനകത്തെത്തി തെരുവിലെത്തി. लेकिन 12वें अध्याय के 11वें वचन में जब वो शहर के अंदर आ गया ഒരു സ്ട്രീറ്റിലെത്തിയപ്പോ ദൂതൻ അങ്ങ് പോയി. और एक जगह पर जब आया दूत चला गया അവൻ തന്നെ ശേഷിച്ചു. और सिर्फ वो बच गया. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം. പത്രോസ് നോക്കുകയാണ് ഞാൻ എവിടെ നിൽക്കുന്നത്. और पतरस ये देखता है कि मैं कहाँ खड़ा हूँ. ദൈവം പറഞ്ഞ അവന് സുബോധം വന്നു. और यहाँ लिखा हुआ है कि उसकी बुद्धि चमकी. സുബോധം വന്നു. वो उसकी बुद्धि चमकी. ഇവന് ഇപ്പോൾ തിരിച്ചറിഞ്ഞു ദൈവം തന്നെ വിടുവിച്ചിരിക്കുന്നു. और उसको तब समझ में आया परमेश्वर ने छुड़ा लिया है. എവിടുന്ന് വിടുവിച്ചു? ഹെരോദാവിന്റെ കയ്യിൽ നിന്ന്. कहाँ से छुड़ाया? हेरोद के हाथ से. എവിടുന്ന് വിടുവിച്ചു? യഹൂദ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്ന്. और कहाँ से छुड़ाया? यहूदी लोगों की आशाओं से. Praise the Lord. വിടുവിച്ചതിന് സുബോധത്തിൽ തിരിച്ചറിഞ്ഞു. और जब वो सचेत हुआ उसने इस बात को पहचान लिया. തിരിച്ചറിഞ്ഞപ്പോ ദൂതൻ ഇല്ല. जब पहचाना तब दूत नहीं है. ഒരു കാര്യം ഓർക്കണം, എപ്പോഴും ദൂതൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല. और हमेशा दूत आपके साथ रहे इसकी जरूरत नहीं നമുക്ക് है. ഏറ്റവും പ്രതിസന്ധികൾ നിറഞ്ഞ സമയത്തായിരിക്കും ദൈവം ഇറങ്ങി വരുന്നത്. हमारे सबसे प्रतिकूल अवस्था में परमेश्वर उतर आते हैं. നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് വിടുതലെടുക്കേണ്ട ചില സ്ഥാനങ്ങളിൽ ദൂതൻ വരത്തില്ല. और जहां हमें खुद प्रार्थना करना विजय पाना है वहां दूत नहीं आएगा. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു പനി വന്നു. और जब हम बीमार होते हैं അവിടെ ഒന്നും ദൂതൻ ഇറങ്ങണ്ട. वहां दूत नहीं आएगा. അവിടെ പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്തം പറഞ്ഞ് എഴുന്നേറ്റാ മതി. और वहां प्रार्थना करके यीशु मसीह के लहू से बांध के खड़े हो Praise the जाए. Lord. हालेलुया. എല്ലായിടത്തും ദൈവവും ദൈവദൂതനും പരിവണ്ണല്ല. और हर जगह परमेश्वर अपने दूत को भेजेगा ऐसा नहीं है. നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസവും കാഴ്ചപ്പാടും हमको दिया हुआ विश्वास और हमारा दृष्टिकोण ജീവിതത്തിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ उसको जब जीवन में उपयोग करते हैं അവിടെ ദൈവിക വിടുതൽ നമ്മുടെ അവകാശമായി वहां पे തീരും. परमेश्वर का छुटकारा हम अवकाश है. Praise the Lord. हालेलुया. ഈ പത്രോസിന് സുബോധം വന്നപ്പോൾ അവൻ അറിഞ്ഞു കർത്താവ് തന്നെ വാസ്തവമായി വിടുവിച്ചത്. और जब पतरस सचेत हुआ उसको पता चला परमेश्वर ने छुड़ा लिया है. എന്നിട്ട് അവിടെ നിൽക്കുകയല്ല, അവൻ നേരെ എവിടെ പോയെന്നറിയാമോ? और वहां खड़ा नहीं रहता है. അടുത്തത് ആമേൻ ഈ പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കൽ പോയി. और ये प्रार्थना करते हुए कलीसिया के पास ആമേൻ. चला നമ്മൾ गया. 12-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 12-ാമത്തെ വാക്യത്തിൽ അവൻ എവിടേക്ക് പോയെന്നറിയാം? പ്രാർത്ഥിക്കുന്ന സഭയിലേക്ക് പോയി. और वो प्रार्थना करते हुए कलीसिया के पास गया. അപ്പൊ അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. वहां बहुत से लोग इकट्ठा होकर प्रार्थना कर रहे हैं. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് തന്നെ വിടുവിച്ച കാര്യം ഒന്ന് പറയാം. और प्रार्थना करते हुए लोगों के पास जाता है और परमेश्वर के छुटकारे को बताता है. അവരപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. तब भी वो प्रार्थना कर रहे हैं. 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടെ ചെന്ന് പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. और 16 वचन में वहां जाके पतरस खटखटाता है. പക്ഷെ അർദ്ധരാത്രി കഴിഞ്ഞു ആരെങ്കിലും തുറക്കുവോ? आधी रात हो चुकी है, कौन दरवाजा खोलेगा? അവരാരും തുറന്നില്ല. किसी ने दरवाजा नहीं खोला. അവിടെ മേളിലൊരു പെങ്കൊച്ചി പത്രോസിനെ തിരിച്ചറിഞ്ഞു. और वहां पे एक जो लड़की है वो पतरस को पहचान गई. പക്ഷെ അവൾ എല്ലാരോടും പറയാനായിട്ട് പോയി. लेकिन उसने दरवाजा नहीं खोला, सबको कहने गई. അവരാരും വിശ്വസിച്ചില്ല. किसी ने विश्वास नहीं किया. Praise the Lord. പക്ഷേ ആമേ കുറെ കഴിഞ്ഞപ്പോ അവര് വന്ന് തുറന്നു. और कुछ समय के बाद वो आके दरवाजा खोलते അവര് വന്ന് हैं. തുറന്നു. ആ തുറക്കുന്നത് വരെ പത്രോസ് മുട്ടിക്കൊണ്ടു. और जब तक उन्होंने नहीं खोला तब तक पतरस खटखटाता रहा. ചിലപ്പോ നമ്മൾ ഒരു പ്രാവശ്യം മുട്ടിയാൽ ചില കാര്യങ്ങൾ തുറക്കപ്പെടത്തില്ല. हम एक बार खटखटाएंगे कुछ चीजें नहीं खुलेगी. പക്ഷേ തുറക്കുന്നത് വരെ മുട്ടുന്ന എത്ര ദൈവമക്കളുണ്ട്. लेकिन जब तक खुलता है तब तक खटखटाते रहे. കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അങ്ങനെയാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. परमेश्वर ने प्रार्थना की, जब सिखाया ऐसा कहा कि मांगो അന്വേഷിപ്പീൻ मिलेगा. എന്നാൽ നിങ്ങൾ കണ്ടെത്തും. अगर ढूंढोगे तो पाओगे. മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് और തുറക്കും. खटखटाओ आपके लिए खोल दिया जाएगा. അതുകൊണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ इसलिए कुछ विषयों के लिए अगर कोई खटखटाता है ചിലപ്പോൾ തുറന്നില്ലെന്ന് വിചാരിച്ച് നീ എഴുന്നേറ്റ് പോകരുത്. और आप ऐसा मत सोच रहे नहीं खुल रहा है നിന്റെ വിടുതൽ പുറകെ വരുന്നുണ്ട്. और आपका छुटकारा आ रहा है. അത് തുറക്കുന്നത് വരെ മുട്ടിക്കൊണ്ടേയിരുന്നു. जब तक वो नहीं खोलता है तब तक खटखटाते रहो. കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അർദ്ധരാത്രിയിൽ ഒരു മനുഷ്യൻ
ആഹാരത്തിന് വേണ്ടി ഒരു സ്നേഹിതന്റെ വീട്ടിൽ മുട്ടിയത് പറയുന്നല്ലോ. और परमेश्वर प्रार्थना के बारे में सिखा रहे थे, तब कहते हैं कि आधी रात को एक दोस्त अपने दूसरे दोस्त के घर जाकर ലൂക്കോസ് खटखटाता है। 15-ാം അധ്യായത്തിൽ ആ സംഭവം ഉണ്ട്. और लूकोस उसके 11वें अध्याय में लिखा हुआ है, സ്നേഹിതനകത്തു നിന്ന് പറഞ്ഞു, ആമേൻ, എഴുന്നേറ്റ് തരാൻ നിവർത്തിയില്ലെന്ന്. अंदर से उसके दोस्त ने कहा कि मैं खड़ा होकर नहीं दे सकता हूँ। ഒന്നാമത്തെ കാര്യം, कुഞ്ഞുങ്ങൾ കൂടെ കിടക്കുന്നു. पहली बात कि बच्चे साथ में सो रहे हैं, ഞാൻ എഴുന്നേറ്റാൽ അവർ ഉണരും. अगर मैं उठूंगा ही जाग जाएंगे, Praise the Lord. അതുകൊണ്ട് എഴുന്നേറ്റ് വരാൻ നിവർത്തിയില്ല. इसलिए मैं उठ के नहीं दे सकता हूँ। പക്ഷേ ആ സ്നേഹിതൻ അവിടുന്ന് പോയോ? लेकिन वो दोस्त वहां से जाता नहीं है। വചനം പറയുന്നത് ലജ്ജ കൂടാതെ മുട്ടിച്ചത്. और वचन में लिखा हुआ है कि बिना शर्माए वो खटखटाता रहा। ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് വിചാരിച്ചു ആമേൻ, അവൻ പോയില്ല. उसने ऐसा नहीं सोचा अब यहाँ पे रहना सही नहीं है, എന്ന് പറയുന്നത് അവൻ അവിടെ തന്നെ നിന്നു. वहीं खड़ा रहता है। നിൽക്കാൻ കാരണം എന്താണെന്നറിയാമോ? वहाँ खड़ा रहने का कारण, ആ വീട്ടിനകത്ത് അപ്പമില്ലെന്ന്, ആ ചോദിക്കുന്ന കാര്യം ഇല്ലെന്ന് അയാൾ പറഞ്ഞില്ല. उसने ये नहीं बोला कि जो मांग रहा है वो अंदर नहीं है। അയാൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടെന്നാ പറഞ്ഞത്. उसने कहा कि मुझे समस्या है, ഇവന് കാര്യം നടന്നേ പറ്റൂ. लेकिन इसका काम होना है। അവൻ അവിടുന്ന് പോയില്ല. वहां से गया नहीं। അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാരമേറിയ വിഷയങ്ങൾ ऐसा है तो हमारे बोझ भरे विषय में ഇന്ന് പകൽക്കാലം യേശുവിനെ ഭരമേൽപ്പിക്കുക. आज सुबह परमेश्वर के हाथ में दे दे। Praise the Lord. അവൻ हालेलुया। എഴുന്നേറ്റ. രാവിലെ നമ്മൾ പാടിയതാണ്, അവൻ എഴുന്നേറ്റാൽ നിന്റെ ജീവിതത്തിന് മുമ്പിൽ ദൈവം ചിലത് തുറക്കും. और सुबह हमने ऐसा सुना कि जब उठेगा तो आपके जीवन में कुछ काम होगा। തുറക്കുന്നത് വരെ മുട്ടിക്കൊണ്ടിരുന്നു. और पतरस जब तक खोला नहीं तब तक वो खटखटाता रहा। വാതിൽ തുറന്നു, दरवाजा खुला അവൻ അവിടെ നിന്നൊരു സാക്ഷ്യം പറഞ്ഞു. और उसने वहां पे गवाही दी। ആ സാക്ഷ്യം ഞാനങ്ങ് പറയാൻ പോവാ. और गवाही मैं यहाँ पे दे रहा हूँ। സകല ഭക്തന്മാരുമായുള്ളവരെ और ये सारे भक्त लोगों വന്ന് കേൾപ്പി, ओ धन्यवाद दे, എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് क्योंकि मेरे प्राण के लिए उसने ഞാൻ किया है। വിവരിക്കാം. और मैं बताऊंगा। Praise the Lord. ഇന്ന് हालेलुया। പകൽക്കാലം നമ്മുടെ പ്രാണന് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. आज सुबह अपने प्राण को ആ बचाने वाला ദൈവം परमेश्वर है। നിനക്ക് വേണ്ടി ചെയ്യുന്നത് വിവരിച്ചു പറയാൻ और वो परमेश्वर आपके लिए जो करता है उसको विवरण करो। ദൈവം ചില അത്ഭുത പ്രവർത്തികൾ നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. परमेश्वर आपके लिए कुछ आश्चर्य काम करते हैं। എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? Praise the Lord. ഞാൻ വാക്കുകളോട് നിർത്തുകയാണ്. मैं अपने वचनों को यहाँ रोकता हूँ। ഹല്ലേലൂയ. हालेलुया। ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചില തുറക്കുന്നവരെ മുട്ടിക്കൊണ്ടിരിക്കും. और इन दिनों में जब तक नहीं खुलता है तब तक खटखटाएं ദൈവമക്കൾ അവന്റെ അടുക്കൽ ചെല്ലുക. और परमेश्वर के करीब जाएं। അവൻ ഒരു നാൾ നമ്മെ കൈവിടത്തില്ല, वो हमें कभी नहीं छोड़ेगा, ഉപേക്ഷിക്കത്തില്ല, कभी नहीं छोड़ेगा മറന്നു കളയത്തില്ല. और वो त्याग Praise the नहीं Lord. देगा। പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, നിനക്കിത് കാണുവാൻ സംഗതി വന്നു. और पुराने नियम में लिखा हुआ है कि तुझे देखने के लिए हुआ। പൂർവ്വപിതാക്കന്മാർക്ക് കാണാൻ സംഗതി വരാത്ത ചിലത് और ऐसे कुछ चीज जो पूर्व पिता नहीं देख पाए നമ്മുടെ ആയുസ്സിൽ കാണാം. और वो हमारी आयु में हम देखेंगे। ദൈവം ഇടവരുത്തുന്നെങ്കിൽ और परमेश्वर अगर देता है നമ്മുടെ ജീവിതകാലത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, तो हमारे जीवन के काल को वो आशीष करता है। നമ്മെ ഇവിടെ കൊണ്ടുവന്ന ദൈവം, हमें यहाँ लेके आने वाला परमेश्वर, പറിച്ചു കളയാതെ നടുന്ന ഒരു ദൈവം, और वो उखाड़ता नहीं है, वो हमें പൊളിച്ചു यहाँ കളയാതെ लगाता പണിയുന്ന है ഒരു ദൈവം, और वो तोड़ता नहीं, वो बनाता है। ശത്രു വളച്ചതിനെ നേരെയാക്കുന്ന ദൈവം, और जिसको शत्रु ने मोड़ दिया उसको सीधा ഒരു करता है। ശത്രുവിനെ ഇടിച്ചു കളയാൻ കഴിയാതെ നിന്റെ ജീവിതത്തെ പണിയുന്ന ദൈവം. और कोई शत्रु तोड़ नहीं पाया ऐसे आपके जीवन को बनाने वाला है। യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में ഹല്ലേലൂയ. हालेलुया। ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. എല്ലാ കണ്ണുകൾ ഒരു നിമിഷം നോക്കാം. परमेश्वर की आंखों की तरफ हम देखेंगे, अपने आंखों को बंद करेंगे। എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. सब लोग प्रार्थना करें। ഓ ഷൗഡബരബലബൗഡൽ ഖംദര ഹിബാലബലബൗഡവാരബശൈദൽ ഖംദര വലവക്ഷസ്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകരാം. और अपने मन को परमेश्वर के आगे उंडे ले। യേശു ഇന്നും ജീവിക്കുന്നു. यीशु फिर जीवित है। അവൻ നമ്മുടെ പ്രാണന് വേണ്ടി കരുതുന്ന वो ദൈവമാണ്. हमारे प्राण का ध्यान रखता है। നാല് വശവും ശത്രു ബന്ധിച്ച് 4 दिन शत्रु ने बंद किया, ഒരു തരത്തിലും പുറത്തു വരാൻ കഴിവില്ലാതെ किसी तरह से बाहर नहीं आ सकते ആയിരിക്കുന്ന हो। സാഹചര്യങ്ങളിൽ वैसे परिस्थिति में भी തന്റെ ദൂതനെ അയച്ച് ദൈവം വിടുവിച്ചു. परमेश्वर पे दूत को भेजता है और छुटकारा देता है। മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. जो मनुष्य से असंभव है वो परमेश्वर से संभव है। ഹല്ലേലൂയ. हालेलुया। ദൈവകരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. परमेश्वर के हाथ में समर्पण कर हम प्रार्थना करेंगे। സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രവും സ്തുതിയും കരയേറ്റുന്നു. അവിടുത്തെ രക്തത്തിന്റെ വിലകളായി ഞങ്ങൾക്ക് ഈ പകലിന്റെ വേളയിൽ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഇന്ന് പകൽ സമയം ഈ കർത്താവെ വചനത്തിൽ ഞങ്ങൾ സംസാരിച്ചു. തിരുവചനം ദൈവമേ അതിന്റെ പ്രവൃത്തി ചെയ്യണമേ. ഞങ്ങൾക്ക് ചില വിടുതലുകൾ ആവശ്യമാണ്. മാനസിക വിടുതൽ ആവശ്യമാണ്, ശാരീരിക വിടുതൽ ആവശ്യമാണ്, സാമ്പത്തിക വിടുതൽ ആവശ്യമാണ്, ആത്മീയ വിടുതൽ ആവശ്യമാണ്. എല്ലാ തലങ്ങളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. സഭയെ ദൈവം അനുഗ്രഹിക്കും. അങ്ങയുടെ വൃത്തിനെയും കുടുംബത്തെ ശക്തീകരിച്ച് വലിയ പ്രവൃത്തിക്കായി കരങ്ങളെടുക്കും. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയിൽ സഹകരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. അടിയങ്ങൾക്ക് ഈ അവസരം തന്നതിനായി സ്തോത്രം. ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അടിയനെ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും.
എല്ലാ നന്മകളാലും നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. കരവുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവം നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.